തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് ഉള്ളത്. SIT സംഘത്തിന് ലഭിച്ച വിവരം പൊള്ളാച്ചിയിൽ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവ് ജീവിതം നിലവിൽ നയിച്ചു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചുവന്ന കാറ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച അതെ ഫോൾസ് വാഗൻ്റെ പോളോ കാറ് അതൊരു യുവതിയുടെ ഒരു യുവ നടിയുടെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ യുവനടിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരുന്നു ബന്ധം, അവരുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികപരമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇപ്പം ആകാംക്ഷാപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഈ ജാമ്യാപേക്ഷ നാളത്തെ തള്ളുകയാണെങ്കിൽ കോൺഗ്രസ് പുറത്താക്കുമോ? MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ലേ? എന്തിനാണ് MLA സ്ഥാനം രാജിവെക്കുന്നത്? ഇതിനു മുമ്പ് ഇപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടുണ്ടോ? നിയമപരമായി ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അതായത് നമ്മുടെ പിണറായി വിജയൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മാങ്കൂട്ടൻ രാജിവെക്കേണ്ട പ്രശ്നമില്ല. ഗോവിന്ദൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മാങ്കൂട്ടൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് രാജിവെക്കണം പറയാം. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തേക്കാൾ വലിയ ധാർമ്മിക നിലവാരം കോൺഗ്രസ്സിനുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യത്. മുകേഷിനോടോ അല്ലെങ്കിൽ മറ്റവരോടോ രാജിവെക്കാൻ ആവശ്യപ്പെടാതെ പറയുമ്പോഴത്തെ കാര്യം പറഞ്ഞത്. പിന്നെ രണ്ടാമത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ നടക്കുകയാണ്. അത് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രാഹുൽ ഈശ്വരനെ ഇപ്പോൾ ഞായറാഴ്ച കസ്റ്റഡി എടുക്കുന്നത്. അവധി ദിവസം നോക്കിയാൽ മറ്റ് വക്കീലന്മാരെ ബന്ധപ്പെടാതെ റെക്കോർഡ് തയ്യാറാക്കി ഇതിനൊന്നുള്ള അവസരം കൊടുക്കാതെയാണ്. ഇതേ കലാപരിപാടി അടുത്ത ഞായറാഴ്ച വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, വർഗസമരം നടത്താൻ, അതായത് ഇന്ത്യയിൽ സായുധ വിപ്ലവം വരെ നടത്തി അധികാരം പിടിച്ചെടുക്കാൻ ഉള്ള രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു വന്ന തൊഴിലാളികളുടെയൊക്കെ മേധാവിത്വം ഉണ്ടായിരുന്ന 3 സംസ്ഥാനങ്ങളിൽ ഭയങ്കരമായ ഭൂരിപക്ഷത്തോടെ ഭരിച്ചിരുന്ന ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടം എന്ന നരുന്തു പയ്യനെ ഇത്രമാത്രം ഭയക്കുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അത് തന്നെ പിണറായി വിജയൻ്റെ കഴിവുകേടിൻ്റെ ബാലപാഠങ്ങളിൽ ഒന്നാണ്. അല്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് മനഃപൂർവ്വം പിടിക്കാതിരുന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിടിക്കാതിരുന്നുകൊണ്ട് പിടിക്കാൻ പോകുന്നു വരിക. എന്തായാലും ഇപ്പോൾ ഈ ഒളിവിലിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹൂ കെയർസ് എന്ന് പറഞ്ഞ ആളാണ്, വലിയ വീമ്പളക്കിയ ആളാണ്. ആ ഹൂ കെയർസ് എന്ന് പറഞ്ഞ ആൾക്ക് തന്നെ കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പോളോക്കാരിൽ പുതിയ നമ്പർ എടുത്ത് സംസ്ഥാനത്ത് ജീവിക്കേണ്ടി വരുന്ന ആവശ്യമാണ്. അപ്പം രാഹുലിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ആളുകൾ കെയർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും കേരള പോലീസ് കെയർ ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി. കാരണം കേരള ഇത്ര ഉള്ളെന്ന് രാഹുൽ കാണിച്ചു തന്നില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ നെഞ്ചും പിരിച്ചു വരൂ എന്നെ അറസ്റ്റ് ചെയ്യൂ. അങ്ങനെ ആരും പറയില്ല. അങ്ങനെ ആരും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ധൈര്യം കാണിക്കേണ്ട ഇതല്ല, വേദിയല്ല ഇത് പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നു. പോലീസിൻ്റെ കയ്യിൽ നമ്മുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന ഒരു അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ അവരെങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, നല്ല രീതിയിലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുക. വേറൊരു സംഭവം പറയാം, നമ്മുടെ ഷാജഹാനൊക്കെ പറ്റിയതുപോലെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ പരാതികൾ ഇത് മാത്രമല്ല ഉള്ളത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. വേറെയും പരാതികളുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പരാതികൾ ആരുടെയാണെന്നോ എന്താണെന്നോ ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഈ ഒരു പത്രപ്രവർത്തകയായിട്ട് അല്ല അതുപോലെ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ഇപ്പോൾ പരാതിയാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് എഴുതി കൊടുത്ത പരാതി. ഈ പരാതിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്താൽ ആ കോടതി വിളപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും അടുത്ത FIR വരും, പുതിയ പരാതിയുടെ പേരിൽ. അവിടെ അറസ്റ്റ് ചെയ്യും. അത് അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റിയില്ല. അല്ല രാഹുൽ പോകണം, എല്ലാ കേസും എനിക്ക് ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞ് പോകണം. അത് കൊടുക്കാൻ തിരുവനന്തപുരം കോടതിക്ക് പറ്റുകയില്ല. അപ്പോൾ 1, 2, 3 കേസ് ഇയാൾ അത് ആ കേസറിയാവോ? ഷാജഹാനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്നതന്നെ. ഒരു കേസ് ജാമ്യം കിട്ടി, ഷാജഹാൻ സന്തോഷിച്ചു. പക്ഷേ അപ്പോൾ വേറൊരു കേസ് ഉണ്ടായിരുന്നു, അത് ഇമ്മീഡിയറ്റായിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വരിക. സാറേ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പഴയ പ്രസംഗമാണ്. ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ട്. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ
ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. അതെ, അത് തന്നെയാണ് നമ്മളും സൂചിപ്പിക്കുന്നത്. അല്ല, അത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് 100% ശരിയാണ്. അത് രാഹുൽ മാങ്കൂട്ടം ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്ന 100% ശരിയാണ്. രാഹുൽ മാങ്കൂട്ടം അത് പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള പഴുതാരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, ഒരു വേ ഔട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. കുറ്റം ചെയ്യുന്നവൻ മാത്രമല്ല, കുറ്റവാളിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പഴയകാല പാരമ്പര്യമാണ്. സംരക്ഷിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പിൻബലത്തിലാണ് ആര് രക്ഷപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ മുകേഷിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ, ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ആരുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അല്ലെ PK ശശിയുടെ കാര്യത്തിൽ, P ശശിയുടെ കാര്യത്തിൽ ഇതെല്ലാം കാണിച്ചു തരുന്നവരുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം മുകേഷിൻ്റെ സ്ഥാനത്ത് ഒരു CPM MLA ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? പറയാം. അല്ല, അതിനർത്ഥം അതിൽ അങ്ങനത്തെ ഒരു വാദത്തിൽ യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനർത്ഥം CPM എന്താണ്, മുകേഷിനെ നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നാണ് അർത്ഥം. ആര്? മുകേഷിനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഞാൻ CPM-ന്റെ നിലപാടിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ കമ്പാരിസൺ ചെയ്ത് രാഹുൽ ഇവിടെ തെറ്റുകാരനാണ്, ആ തെറ്റുകാരനെ പിടിക്കണം എന്നുള്ളതാണ്. CPM മുമ്പ് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ല, BJP അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ രാഹുലിനെ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞോ ഇതുവരെ പറഞ്ഞിട്ടില്ല. രാഹുലിൻ്റെ നിലപാടുകളെക്കുറിച്ച് പറഞ്ഞു. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ശിക്ഷിക്കണം. പക്ഷേ അങ്ങനത്തെ ഇത്തരം കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം, വീണ ജോർജിൻ്റെ പറഞ്ഞ ഒരു സിസ്റ്റം ഈ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് കൂടുതലായിട്ട്. എത്ര പേരുടെ പേര് നമുക്ക് പറയാം. പിടിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടവർ ഇപ്പോഴും രാജാവായിട്ട് നടക്കുകയാണ്, കോർപ്പറേഷൻ ചെയർമാന്മാരായിട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് നടക്കുകയാണ്. എത്ര പേരുണ്ട്? അല്ല, അത് നമ്മുടെ പൊതുവെ ഇന്ത്യ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതായത് എത്രയോ വലിയ ബാങ്കിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് വിജയ് മല്യ രക്ഷപ്പെട്ടില്ലേ? അത് മല്ലയുടെ സ്വർണം മേടിച്ചില്ലേ അയ്യപ്പനെ പൂശി? അതും ഒരു ധാർമ്മികമായ തെറ്റല്ലേ? ആലോചിച്ച് നോക്കുക. അതൊരു അപ്പം ഈ ധാർമ്മികതയുടെ പ്രശ്നം പറയാൻ തൽക്കാലം ഇവിടെ ആർക്കും പറ്റില്ല. ഇവിടെ നിയമത്തിൻ്റെ പ്രശ്നമാണ്, സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നം. ഞാൻ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോലീസുകാർ നോട്ടീസ് തരുമ്പോൾ തന്നെ ഞാൻ പോന്നാക്കാം നിങ്ങളുടെ കൂടെ. അങ്ങനെയാണ്. എനിക്ക് ശരിക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്താണ് പറയുക സാറേ, ഇത്രയും വലിയ ഡയലോഗ് അടിച്ച ആര്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാവ് വളരെ വലിയ നാവാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്രയും വലിയ ഡയലോഗ് അടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പല പെമ്പിള്ളരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഗർഭചിത്രം വേണം, അതും ചാറ്റൊക്കെ നൽകുമ്പോൾ അയാൾ ഓഡിറ്റ് ചെയ്യപ്പെടും, എന്നെങ്കിലും ഞാൻ പിടിക്കപ്പെടും, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്, പുള്ളിക്കാരൻ എന്താണ് ആരുമായിട്ട് ബന്ധപ്പെടേണ്ടെന്നല്ല, ഇതൊക്കെ ഒരു ജാഗ്രത കുറവ് യഥാർത്ഥത്തിൽ ഇയാൾ കാണിച്ചിട്ടില്ല. ജാഗ്രത കുറവ് നല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ വേറൊരു തരം എന്ന് പറയും. എൻ്റെ ബാക്കി ഞാൻ പറഞ്ഞില്ല, വേറൊരു തരം എന്ന് വേണം രാഹുൽ കാണിച്ചത്. രാഹുലിൻ്റെ കാണിച്ച വഞ്ചന കാണിച്ചിരിക്കുന്ന രാഹുൽ കാണിച്ചിരിക്കുന്ന പെണ്ണോട് മാത്രമല്ല. രാഹുലിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ പ്രവൃത്തിക്കാണ് ശിക്ഷിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ, രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പൊതുപ്രവർത്തകൻ, കഴിഞ്ഞ 20 വർഷത്തിനിടെ എത്രയോ യുവജന നേതാക്കന്മാർ ഉണ്ടായിരിക്കുന്നു ഇല്ലേ? നമ്മുടെ റഹീം ഉണ്ടായിട്ടുണ്ട്, റിയാസ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഡീൻ കുര്യാക്കോസ് ഉണ്ടായിട്ടുണ്ട്, അബി വർക്കി, ചെറിയ തോതിൽ അബിൻ വർക്കി, ഷബിൻ, അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരാധനയോടെ ജനങ്ങൾ നോക്കിക്കണ്ട ആദ്യത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ജനം ആരാധനയോടെ ഈ മനുഷ്യനെ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ അവരെല്ലാം അർപ്പിച്ചിരുന്ന വിശ്വാസത്തെ ഇയാൾ വഞ്ചിച്ചു വന്നൊരു സംശയമുണ്ട്. അത് ധാർമ്മിക പ്രശ്നം, അത് രാഹുലിൻ്റെ ധാർമ്മിക പ്രശ്നം. രണ്ടാമത്തത് സാങ്കേതികത്വമാണ്. ഒരു പ്രതി, സാധാരണ പ്രതി ഇങ്ങനത്തെ ഒരു ഇടപാട് ചെന്നപ്പെടുന്നു, അറിയാതെ ഗർഭമായി പോകുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ഇതനുസരിച്ച് കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, നേരത്തെ അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാണ്, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അബോർഷൻ നിർബന്ധിക്കുമ്പോൾ ഈ പെൺകുട്ടി പക്ഷേ സാധാരണ പെൺകുട്ടിയല്ല എന്നാണ് നമ്മൾ അറിയുന്നത്. വിദ്യാഭ്യാസം, വിവരമുള്ള, അതായത് പിൽസ് ഉപയോഗിക്കണം എന്ന് അറിയുന്ന പെൺകുട്ടിയാണിത്, അത്രയും മിനിമം. അപ്പോൾ ഈ നമ്മൾ കേട്ട കാസറ്റ് വെച്ചാൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ബലമായിട്ട് മരുന്ന് കൊടുത്തു എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? മരുന്ന് എത്തിച്ചു കൊടുത്തു, പിന്നെ ബലപ്രയോഗത്തിൻ്റെ ആവശ്യം അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ പീഡിപ്പിച്ചത് കേട്ട് തന്നെത്താൻ എടുത്ത് നിർബന്ധിച്ച് കഴിച്ചു എന്ന് പറയാൻ പറ്റുമോ? വേണം എടുത്ത് ദൂരെ കളയാം, പച്ചവെള്ളം കഴിച്ചിട്ടുണ്ടെന്ന് രാഹുലിനോട് പറയാൻ നിർബന്ധിച്ച് മൊഴി പറയുന്നുണ്ട്. പറയട്ടെ, മൊഴിയിൽ പറയുന്നത് എന്താണ്? ഈ സുഹൃത്ത് മുഖേന മരുന്ന് നൽകി, എന്നിട്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു.
നിർബന്ധിച്ച് കഴിപ്പിച്ചെങ്കിലും ഒരു സ്ഥലം വേണ്ടേ? ആര് കൊടുത്തു നിർബന്ധിച്ച്? രാഹുലാണോ കൊടുത്തത്? ഒന്ന് സുഹൃത്താണ് കൊടുത്തത്. ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുക. അല്ല, രാഹുലിന്റെ പെണ്ണിന്റെ വായിലേക്ക് ഇവര് സുഹൃത്ത് ഒഴിച്ചു കൊടുത്തെന്നാണ് പറയാൻ പോകുന്നത്. അത് നമുക്കറിയില്ല. പക്ഷേ മൊഴിയിലുള്ളത് എന്താ? മൊഴിയിൽ അങ്ങനെ പറയുന്നുണ്ട്. അത് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അത് പറയട്ടെ, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. നാളത്തെ ജഡ്ജി പരിഗണിക്കണമെന്നില്ല. ഞാൻ പറയുന്നത്, അപ്പോൾ ഞാൻ മറിച്ച് വേറൊരു കാര്യമില്ല, ഇവരെ ആത്മഹത്യ ഇവരെ ചെയ്യാൻ തയ്യാറായി. അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൺവിൻസിങ് ആയിട്ട് പറയുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ കാപട്യം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കാപട്യവും കള്ളത്തരവുമാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ പറഞ്ഞ പ്രസംഗം കാണിച്ചത്. അതായത് പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറെ ഒന്ന്. അതൊരു സത്യമല്ലേ? അത് ഏത് മേഖലയിലും ഇല്ലാത്ത, അത് ഏത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് എന്ത് മാങ്ങാത്തുലിയാണ് യഥാർത്ഥത്തിൽ കണ്ടുപഠിക്കേണ്ടത്? എന്താണ് നമുക്ക് കണ്ടുപഠിക്കാനുള്ള? യഥാർത്ഥത്തിൽ എങ്ങനെ കള്ളത്തരം കാണിക്കാം, എങ്ങനെ കാപട്യം കാണിക്കാന്ന് കണ്ടുപഠിക്കാനുണ്ട്. അതല്ലാതെ എന്ത് നമുക്ക് കണ്ടുപഠിക്കാനുണ്ട് എന്ന് സാധാരണക്കാരനായിട്ട് നിഷ്പക്ഷമായിട്ട് ചോദിക്കുന്നു. നമുക്ക് ഏത് മേഖലയിൽ നിന്നും മത ആചാര്യന്മാരോ, ഇപ്പോൾ ജയേന്ദ്ര സരസ്വതിയോ അല്ലെങ്കിൽ ഉസ്താദുമാരോ അല്ലെങ്കിൽ കത്തോലിക്ക പുരോഹിതന്മാരോ, അവരുടെ പേരിൽ ഇതുപോലത്തെ ഇഷ്ടം പോലെ കേസുണ്ട്. ആശ്രമങ്ങളിലും മദ്രസകളിലും ഒക്കെ പീഡനം നടന്ന കേസുകൾ വരുന്നുണ്ട്. എവിടുന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാമോ? എവിടുന്നാണ് ഒരു സാധാരണ മലയാളിക്ക് മോറൽസിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു മേഖലയില്ല. ഇനി ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ബ്യൂറോക്രസി നിന്ന് പഠിക്കാൻ പറ്റുമോ? ധാർമ്മികത രാഷ്ട്രീയക്കാരന് പഠിക്കാൻ പറ്റില്ല. പണ്ട് അത് പിണറായി വിജയൻ തന്നെ കാണിച്ചു തന്നു. ഇതാണ് രാഷ്ട്രീയക്കാരൻ, ഇങ്ങനെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ മക്കൾ അങ്ങനെ ഒരു പിണറായി ആകാൻ ആഗ്രഹിക്കുന്നില്ല. അത് പിണറായിയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. കൂടുതൽ രാഷ്ട്രീയക്കാരെ പറ്റി വിശദീകരിക്കണം. ഏത് കുറ്റം ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്യും, വിശ്വാസം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കി. നീ എന്തും വേണം ചെയ്തു, വെട്ടിക്കൊന്നോ, ഒരു പ്രശ്നവുമില്ല. ഇന്നലെ കണ്ടില്ല വക്കീൽ, അതിൻ്റെ അമ്മയാണ് അച്ഛനെ വെട്ടിക്കൊന്നു അല്ലേ? അപ്പോൾ ഇത് അത്രയ്ക്ക് മാത്രം കലുഷിതമായൊരു മനസ്സിൻ്റെ ഉടമ മലയാളിയായി. അപ്പോൾ അതാരാണ് അതിൻ്റെ കാരണക്കാരെന്നറിയത്തില്ല. അത് കുറച്ചുകൂടെ ഇപ്പോൾ ഈ വിഷയം തന്നെ ഒരു പൊതു ചർച്ചയിലേക്ക് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സേവനം സദാചാര പ്രശ്നങ്ങൾ. എന്തായാലും ഒരു കാര്യം നമുക്ക് ചർച്ച തീരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളനാണ്, അടിസ്ഥാനപരമായിട്ട് കാപട്യത്തിൻ്റെ ഉടമയാണ്. കാരണം അതുകൊണ്ടാണ് നേരത്തെ അദ്ദേഹം തന്നെ പറയുന്നത്, ഈ MLA മറ്റ് പല ആൾക്കാർ ഇയാൾ ചീത്ത വിളിക്കുന്നുണ്ട്, ഇയാൾ തന്നെ അവസാനം അതേ പ്രവൃത്തി ചെയ്തിട്ട് ഇപ്പോൾ ഒളിവിൽ പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. സ്വയം കൃതനാർത്ഥം അല്ലേ? സ്വയം കൃതനാർത്ഥം. എന്തായാലും ഒളിവിലിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കും. അല്ല, ഒരു നല്ല ഒളിവിലെ ഓർമ്മകളും കൂടെ രാഹുൽ മാങ്കൂട്ടം എഴുതുമെന്നും വിചാരിച്ചു.